പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. തൃത്താല കൂറ്റനാട് പാതയിലെ തൃത്താല ആടുവളവിലെ ഓവ് പാലത്തിന്റെ തകർച്ച പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി. പാതയിലൂടെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിലൂടെ വരുന്ന ചരക്കു വാഹനങ്ങൾ നാട്ടുകാർ വഴിതിരിച്ചുവിടുകയാണ് നിലവിൽ ചെയ്യുന്നത്. തൃത്താല കൂറ്റനാട് പാതയിലെ സൗത്ത് തൃത്താല ആടുവളവ് ഭാഗത്താണ് ഓവുപാലം അപകട ഭീഷണി നേരിടുന്നത്. ഓവുപാലത്തിന്റെ ബലക്ഷയം മൂലം പാലത്തിന് മുകളിലും സമീപത്തുമായി റോഡിൽ വിള്ളലുകളും കുഴികളും ഏതാനും മാസങ്ങൾ മുമ്പ് തന്നെ രൂപപ്പെട്ടിരുന്നു. ഈ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം വിള്ളലുകൾ വീണ് ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ആശങ്ക ജനിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭാരം കയറ്റി വന്ന വാഹനങ്ങളെ ഇവിടെ തടഞ്ഞ് വഴിമാറ്റി വിട്ടത്. രാത്രികാലങ്ങളിലും മറ്റും നിരവധി ലോറികൾ ഇത്തരത്തിൽ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് വലിയ അപകടത്തിന് ഇടവരുത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഊപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടപ്പാക്കി പാത ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ വണ്ടിയാണ് ഈ വരുന്നത്. ഈ വണ്ടികൾ പോയിട്ടാണ് ഇപ്പോൾ റോഡ് ഇവിടെ മൊത്തം കേടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴത്ത് പാലമുണ്ട്. ആ പാലത്തിൻ്റെ പകുതി ഇടിഞ്ഞിക്കണ്. ഒരു സൈഡ് മൊത്തം പോയിട്ട് ഇപ്പോൾ ഒരു സൈഡിലായി കൂടെയാണ് ഈ വണ്ടികൾ പോണത്. ഇപ്പോൾ ഇതിപ്പോൾ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതും കൂടി ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വലിയ ലോഡും വണ്ടി ഇപ്പോൾ ഒന്നും വിടണ്ടാന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചത്. അപ്പം ഇനി ഒരു വണ്ടി എന്തിനാ പോകണ്ട, കാല് വണ്ടി വരെ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ലോഡും വണ്ടി ഇതിനെ പോകണ്ടെന്നുള്ളതിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വഴിയത്. അപ്പോൾ ഈ ഒരു ബസ് സർവീസും കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇതിനൊക്കെ അവിടെ ബ്ലോക്ക് വരും. മെയിൻ റൂട്ടായി പാലം പൊളിഞ്ഞു കിടക്കും. അതുകൊണ്ട് ലോഡ് വണ്ടി പോകണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. കാല് വണ്ടി പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതാ നിങ്ങൾ നോക്കി റോഡുകളൊക്കെ നോക്കി